നമസ്കാരം. മഡുറോയെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ട്രംപ് ഇങ്ങനെ പരക്കം പായുകയാണ്, അന്തം വിട്ട് നിൽക്കുകയാണ് എന്ന് പറയുന്നത് ആർക്കും പിടിക്കുന്നില്ല. അങ്ങനെ പറയുന്നവരെ കമ്മ്യൂണിസ്റ്റുകളും ജിഹാദിസ്റ്റുകളും ഒക്കെ ആക്കി വ്യാജ പ്രചരണങ്ങൾക്ക് വിധേയമാക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തിന്? അന്താരാഷ്ട്ര തലത്തിലെ പ്രൊപ്പഗണ്ട മിഷനറിയുടെ ഭാഗമായി ഒരുപക്ഷെ അറിഞ്ഞും അറിയാതെയും നമ്മുടെ കേരളത്തിൽ വരെ അത്തരം ആളുകൾ നിൽക്കുന്നത് കാണാം. അവരുടെ നിലപാടുകൾ എന്തുകൊണ്ടാണ് എന്നൊക്കെ പല രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ യഥാർത്ഥം എന്താണ് എന്ന് വെച്ചാൽ ട്രംപ് അന്തം വിട്ട് നിൽക്കുക തന്നെയാണ്. സ്വന്തം രാജ്യത്ത് പോലും താൻ ഇംപീച്ച്മെൻറ്റിന് വിധേയമാക്കപ്പെടുമോ എന്നുള്ള ഭീതി പോലും അദ്ദേഹം പ്രകടിപ്പിച്ച് കഴിഞ്ഞു. 3 കാരണങ്ങൾ. അത് 3 രാജ്യങ്ങളുടെ നിലപാടാണ്. ട്രംപ് വെനസ്വേലയ്ക്ക് ശേഷം ലക്ഷ്യമിടുന്ന 3 രാജ്യങ്ങൾ. ഏറ്റവും പ്രധാനം കൊളംബിയയാണ്. ഗുസ്താവോ പെഡ്രോ, എല്ലാ കാലത്തും ട്രംപിന് എതിരായി കടുത്ത നിലപാട് സ്വീകരിച്ച ഗുസ്താവോ പെഡ്രോ കൊളംബിയയെ ആണ് അടുത്തത്, നിങ്ങൾ ശ്രദ്ധിച്ചു നിന്നോ അല്ലെങ്കിൽ നിങ്ങളെയും കൈകാര്യം ചെയ്യും എന്ന് പരസ്യമായി വെല്ലുവിളിച്ച ട്രംപിൻ്റെ നിലപാടിനെ തിരിച്ച് ആക്രമിച്ചിരിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ, എന്നെ പിടികൂടൂ എന്ന് വെല്ലുവിളിക്കുകയാണ്. ഈ സാഹചര്യം ലോകത്തിന് മുന്നിൽ ശ്രദ്ധേയമായി നിൽക്കുകയാണ്. അത്രമാത്രം ധൈര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ മേഖലയിലെ ഇടതുപക്ഷ ഭരണകൂടങ്ങളടക്കം അമേരിക്കൻ വിരുദ്ധ സർക്കാരുകളാകെ ഭീഷണിയിലാണ്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ ട്രംപിൻ്റെ ഈ ശക്തിയാണ് ഭരിക്കുന്നത്, ബലപ്രയോഗം വിജയിക്കുന്ന ഘട്ടത്തിലേക്ക് പോകുന്നു, ലോകം അതിനെതിരെ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ പോലും അതിനെതിരെ ദുർബലമാണ് എന്നുള്ള സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് സ്വയം രംഗത്ത് വരുന്നത്. ഒന്നാമത്തെ കാരണം, ട്രംപിനെ പ്രകോപിപ്പിക്കുന്ന ഒന്നാമത്തെ കാരണം കൊളംബിയയുടെ ഗുസ്താവോ പെട്രോയുടെ ഈ പ്രതികരണമാണ്. ഇനി രണ്ടാമത്തേത് ഇറാൻ്റെയാണ്. ഇറാൻ്റെ നിലപാട് ഇറാൻ ഇന്നലെ ഐക്യരാഷ്ട്രസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നിലപാട് ട്രംപിനെ മാത്രമല്ല അമേരിക്കൻ അനുകൂലികളെ ആകെ പ്രകോപിപ്പിക്കുന്നതാണ്. മൂന്നാമത്തെ കാരണത്തിലേക്ക് വരും മുമ്പ് ഇറാൻ ആ നിലപാട് പ്രഖ്യാപിച്ച സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇറാൻ്റെ സ്ഥിരം പ്രതിനിധി UN-ൽ അമീർ സയ്യിദ് ഇർവാനി UN-ൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ, ആ പ്രസംഗത്തിൻ്റെ ദൃശ്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. UN-ലെ ആ പ്രസംഗത്തിൽ നിന്ന് ഉള്ള 4 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ അവതരിപ്പിക്കാം. ഒന്നാമതായി, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക ബൊളിവേറിയൻ റിപ്പബ്ലിക് ഓഫ് വെനസ്വേലയ്ക്കെതിരെ നടത്തിയ സൈനിക ആക്രമണത്തെ അപലപിച്ചു എന്നുള്ള പ്രഖ്യാപനമാണ്. ഈ നിയമവിരുദ്ധ പ്രവൃത്തി സ്റ്റേറ്റ് ടെററിസമാണ്, യുണൈറ്റഡ് നേഷൻസ് ചാർട്ടറിൻ്റെ ആർട്ടിക്കിളുകളുടെ ലംഘനമാണ്, അടിസ്ഥാന തത്വങ്ങളുടെ വ്യക്തമായ ലംഘനമാണ്. ഇത് അന്താരാഷ്ട്ര നിയമത്തിൻ്റെ പ്രധാന മാനദണ്ഡങ്ങൾക്കെതിരായ കുറ്റകൃത്യവും പൂർണ്ണമായ അതിക്രമവും ആണ്. UN-ൻ്റെ ഒരു സ്വതന്ത്ര അംഗരാജ്യത്തിനെതിരായ ഇത്തരം ആക്രമണം പ്രാദേശിക അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷയ്ക്കും ഗുരുതര ഭീഷണി ഉയർത്തുന്നു. മുഴുവൻ അന്താരാഷ്ട്ര വ്യവസ്ഥയെയും ബാധിക്കുന്ന വിദൂര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയാണ് അമേരിക്കയുടെ ഈ ആക്രമണം. രണ്ടാമത്തേത്, അദ്ദേഹം പറഞ്ഞതാണ് രണ്ടാമത്തെ പോയിന്റ്, വെനസ്വേലയുടെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനെയും ഫസ്റ്റ് ലേഡിയെയും US തട്ടിക്കൊണ്ടുപോയത് സാധാരണ അന്താരാഷ്ട്ര നിയമത്തിൻ്റെ നഗ്നമായ ലംഘനമാണെന്നത് വ്യക്തമാണ്. രാഷ്ട്രത്തലവന്മാർക്കും സർക്കാർ തലവന്മാർക്കും നൽകിയിരിക്കുന്ന ഇമ്മ്യൂണിറ്റികളുടെ സുരക്ഷയെ ഇത് ലംഘിക്കുകയാണ്. മാത്രമല്ല രാജ്യങ്ങളുടെ പരമാധികാര സമത്വത്തിന് നേരെയുള്ള കടുത്ത ആക്രമണമാണ്. ഇറാൻ വെനസ്വേലയുടെ സ്വയം പ്രതിരോധ അവകാശം ഓർമ്മിപ്പിക്കുകയും UN-നും പ്രത്യേകിച്ച് സെക്യൂരിറ്റി കൗൺസിലിനും ഈ നിയമവിരുദ്ധ ആക്രമണം അവസാനിപ്പിക്കാനും ഉത്തരവാദികളെ കുറ്റവിചാരണ ചെയ്യാനും ഉടൻ നടപടി സ്വീകരിക്കാനുള്ള ബാധ്യത ഊന്നിപ്പറയുകയും ചെയ്യുന്നു. വെനസ്വേലയുടെ ആ രാജ്യത്തെയും ആ രാജ്യത്തിലെ ജനങ്ങളെയും നിയമാനുസൃത സർക്കാരിനെയും ഇറാൻ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ കാര്യം. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത്, US പരസ്യമായി തന്നെ അന്താരാഷ്ട്ര നിയമത്തിനും UN ചാർട്ടറിനും പകരം സ്വന്തം ആഭ്യന്തര നിയമം സ്ഥാപിക്കാനും അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കുകയാണ്. ഇത് മുഴുവൻ അന്താരാഷ്ട്ര സമൂഹത്തിനും എല്ലാ അംഗരാജ്യങ്ങൾക്കും ഗുരുതര മുന്നറിയിപ്പാണ്. ഇത് നിസ്സംശയം നിരസിക്കപ്പെടേണ്ടതാണ്. ബലപ്രയോഗത്തിലൂടെ സമാധാനം സ്ഥാപിക്കുക എന്ന അമേരിക്കൻ നയം നിയമവാഴ്ചയുടെ ഭരണത്തിന് പകരം ബലത്തിൻ്റെ നിയമവും കാട്ടുനീതിയുടെ നിയമവും പ്രോത്സാഹിപ്പിക്കുന്നു, സ്ഥാപിക്കുന്നു. ഇത് അനുവദിച്ചു കൊടുത്താൽ ചാർട്ടർ സ്ഥാപിച്ച കൂട്ടായ സുരക്ഷാ സംവിധാനം ഐക്യരാഷ്ട്രസഭ തന്നെ നിഷ്ക്രിയമാകും. നാലാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത്, US-ൻ്റെ വ്യക്തമായ ഭീഷണികളുടെയും ആക്രമണങ്ങളുടെയും മുന്നിൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ തുടർച്ചയായ നിഷ്ക്രിയത അപകടകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് പുല്ലുവില പോലും നൽകാത്ത അമേരിക്ക പോലുള്ള രാജ്യങ്ങളെ കയറൂരി വിടുന്നതിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് US-നെയും അവരുടെ പിന്തുണക്കാരെയും കൂടുതൽ നിയമവിരുദ്ധ പ്രവൃത്തികളിലേക്ക് കടക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കും. ഈ ദിവസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ചാർട്ടറിൻ്റെ ആർട്ടിക്കിൾ 2 ലംഘിച്ച് ഇറാനെതിരെ ബലപ്രയോഗ ഭീഷണി
ആവർത്തിച്ചു നടത്തിയിരിക്കുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനെതിരായ നീക്കത്തെയും ഈ ഘട്ടത്തിൽ പ്രധാനമായി അവരെ പരാമർശിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക ഇറാനെ കൈകാര്യം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചത് ട്രംപ്. ഇതേസമയം ഇറാനിയൻ ജനങ്ങൾക്ക് വേണ്ടി മുതലക്കണ്ണീർ ചൊരിയുകയും അവരെ പിന്തുണയ്ക്കുന്നുവെന്ന് കപടമായി അവകാശപ്പെടുകയും ചെയ്യുകയും ചെയ്യുന്നു ട്രംപും അമേരിക്കയും. ഇറാനെതിരായ ഇടപെടലുകളുടെയും ബലപ്രയോഗത്തിൻ്റെയും ഏകപക്ഷീയ ഉപരോധങ്ങളുടെയും നീണ്ട ചരിത്രം നിലനിർത്തിക്കൊണ്ടാണ് ഇത് പ്രഖ്യാപനങ്ങൾ എന്നുള്ളതും ശ്രദ്ധേയമാണ്. വെനസ്വേലയിലും ഇത് സമാനമായ നിലയിലാണ് നടത്തുന്നത്. 2025 ജൂൺ 13 മുതൽ 24 വരെ ഇസ്രായേലിനൊപ്പം ഇറാനെതിരെ നടത്തിയ നിയമവിരുദ്ധ സംയുക്ത ആക്രമണത്തിന് US നൽകിയ രാഷ്ട്രീയ സൈനിക പ്രവർത്തനപരമായ പിന്തുണയും ഈ സന്ദർഭത്തിൽ ഈ കൗൺസിലിനെ ഓർമ്മിപ്പിക്കുകയാണ്. അത് സിവിലിയന്മാരുടെ മരണത്തിനും അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശത്തിനും ഇറാനിയൻ ജനതയുടെ മൗലിക അവകാശ ലംഘനങ്ങൾക്കും കാരണമായിട്ടുള്ളതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാൻ തൻ്റെ പരമാധികാരം, പ്രാദേശിക അഖണ്ഡത, ദേശീയ സുരക്ഷ, ജനത എന്നിവയെ ഏതൊരു വിദേശ ഇടപെടലിൽ നിന്നും സംരക്ഷിക്കാനുള്ള ഞങ്ങളുടെ അവകാശം വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുന്നു. അവസാനമായി ഈ യോഗത്തിൽ അമേരിക്കൻ പ്രതിനിധി ഇറാനെക്കുറിച്ച് ഉന്നയിച്ച അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെയും അനാവശ്യ പരാമർശങ്ങളെയും ഞങ്ങൾ തികഞ്ഞ പുച്ഛത്തോടെ തള്ളിക്കളയുകയാണ്. യാഥാർത്ഥ്യങ്ങൾ സ്വയം സംസാരിക്കുന്നവയാണ്. അമേരിക്കൻ നുണപ്രചരണങ്ങൾ കൊണ്ട് മാത്രമല്ല, രാഷ്ട്രീയ പ്രചരണമോ നിർമ്മിത കഥകൾ കൊണ്ടോ ഒന്നും അവ മറക്കാനാവില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ്റെ നിലപാട് വ്യക്തമാണ്. ഇനി ഈ വീഡിയോയിൽ മൂന്നാമത്തെ നിലപാടാണ് ട്രംപിനെ പ്രകോപിപ്പിക്കുന്നത്. അത് ക്യൂബയുടെ നിലപാടാണ്. ക്യൂബയുടെ സൈനിക സംവിധാനമാണ് വെനസ്വേലൻ പ്രസിഡന്റിന് സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തുന്നത്. അത് നിയമപരമായി അവർ ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഇതിൻ്റെ തുടർച്ചയായി അവിടെ 32 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ക്യൂബയുടെ പ്രതികരണത്തിന് പ്രാധാന്യമുണ്ട്. ക്യൂബയുടെ സ്ഥിരം പ്രതിനിധി ഏണസ്റ്റോ സൊബറോൻ ഗുസ്മാനാണ് ഐക്യരാഷ്ട്രസഭയിൽ സംസാരിച്ചത്. അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിലെ ക്യൂബയുടെ കാലങ്ങളായിട്ടുള്ള സ്ഥിരം പ്രതിനിധിയാണ്. 32 പേർ കൊല്ലപ്പെട്ട സാഹചര്യം പ്രധാനമാണ്. അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഞങ്ങൾ വെനസ്വേലയ്ക്കും പ്രദേശത്തിനുമെതിരെ അമേരിക്ക നടത്തുന്ന ആധിപത്യപരവും കുറ്റകൃത്യത്തിൻ്റെ രീതിയിലുള്ളതുമായ പല നീക്കങ്ങളെയും ആക്രമണാത്മക സമീപനങ്ങളെയും തുറന്നു കാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റത്തിൻ്റെ ഗുരുതരവും പ്രവചനാതീതവുമായ പ്രത്യാഘാതങ്ങൾ ലാറ്റിൻ അമേരിക്കയുടെയും കരീബിയൻ പ്രദേശത്തിൻ്റെയും രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക സ്ഥിരതയെയും അന്താരാഷ്ട്ര സമാധാനത്തെയും സുരക്ഷയെയും ബാധിക്കും എന്ന് ഞങ്ങൾ വ്യക്തമായി നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. ഡിസംബർ 23 ഈ സഭയിൽ തന്നെ ഞങ്ങൾ വിശദീകരിച്ചിരുന്നു. വെനസ്വേലയുടെ നിയമാനുസൃതവും ഭരണഘടനാപരവുമായ സർക്കാരിനെ ബലപ്രയോഗത്തിലൂടെ അട്ടിമറിക്കാനും പൗര സൈനിക ഐക്യം തകർക്കാനും അമേരിക്ക അതിവേഗം നടപ്പാക്കിയ നടപടികളുടെ ക്രമവും തീവ്രതയും ഞങ്ങൾ അന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. തങ്ങളുടെ ആധിപത്യ ലക്ഷ്യങ്ങൾ നേടാൻ അമേരിക്ക വിവിധ തന്ത്രങ്ങൾ പ്രയോഗിച്ചു. കോടതിക്ക് പുറത്തുള്ള നീചമായ കൊലപാതകങ്ങൾ, കരീബിയൻ കടലിലെ അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ ഓയിൽ ടാങ്കറുകൾക്കും ജീവനക്കാർക്കുമെതിരായ കടൽ കൊള്ള, സമുദ്രത്തിലെ ഭീകരമായ ആക്രമണം, വെനസ്വേലക്കെതിരെ നടത്തിയ നിയമവിരുദ്ധ നാവിക ഉപരോധം, ആ രാജ്യത്തിൻ്റെ നിയമപരമായുള്ള സർക്കാരിനെ വിദേശ ഭീകര സംഘടനയായി രാഷ്ട്രീയമായി മുദ്രകുത്തുന്ന പരിപാടി, ഇതൊക്കെ പരീക്ഷിച്ച ശേഷമാണ് അമേരിക്ക ജനുവരി 3 ആ കടന്നാക്രമണത്തിലേക്ക് എത്തിയത്. ഇതിനു മുമ്പ് ദീർഘകാലമായി തുടരുന്ന ഏകപക്ഷീയമായ നിർബന്ധിത നടപടികൾ, സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കൽ, അവാസ്തവമായി അപകീർത്തി പ്രചരണം നടത്തൽ, പ്രധാന സ്ഥാപനങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ എന്നിവയിലൂടെ വെനസ്വേലയെ ക്രൂരമായ മാനസിക യുദ്ധത്തിനും വിധേയമാക്കി. UN ചാർട്ടറിനെയും അന്താരാഷ്ട്ര നിയമത്തെയും ഈ കൗൺസിലും ജനറൽസ് അസംബ്ലിയും അംഗീകരിച്ച പ്രമേയങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ജനുവരി 3 അമേരിക്കൻ സൈന്യം വെനസ്വേലയെ പൂർണ്ണമായും ക്രൂരതയോടെയും വഞ്ചനയോടെയും ആക്രമിച്ചു. അസഹനീയമായ ഒരു കാടത്തം നിറഞ്ഞ പ്രവൃത്തിയിലൂടെ നിയമാനുസൃത പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഫ്ലോറസിനെയും തട്ടിക്കൊണ്ടുപോയി. ക്യൂബ അമേരിക്കയുടെ ഈ സൈനിക ആക്രമണത്തെ ഏറ്റവും കടുത്ത ഭാഷയിൽ അപലപിക്കുന്നു. വെനസ്വേലൻ ജനതയോടുള്ള പൂർണ്ണ പിന്തുണയും ഐക്യദാർഢ്യവും ആവർത്തിച്ചുകൊണ്ട് വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയെയും മോചിപ്പിക്കണം എന്ന ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ ക്രിമിനൽ ആക്രമണത്തിൽ 32 ക്യൂബൻ പൗരന്മാർ വീരമൃത്യു വരിച്ചു. വെനസ്വേലൻ അധികാരികളുടെ അഭ്യർത്ഥന പ്രകാരം വിപ്ലവ സായുധ സേനയുടെയും ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും ചുമതലകൾ നിർവഹിക്കുകയായിരുന്നു അവർ. ഞങ്ങളുടെ സഹപൗരർ ബഹുമാനപൂർവ്വം അവരുടെ കടമ നിർവഹിച്ചു. ആക്രമണകാരികൾക്കെതിരെ നേരിട്ടുള്ള യുദ്ധത്തിലും ബോംബാക്രമണത്തിലും വീരോചിതമായി പ്രതിരോധിച്ച ശേഷമാണ് അവർ ജീവനറ്റു വീണത്. അവരെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യമായിട്ടാണ് ഈ കാര്യത്തിൽ ക്യൂബ ഒരു സ്ഥിരീകരണം, അവരുടെ പട്ടാളക്കാർ അവിടെ മരിച്ചു, കൊല്ലപ്പെട്ടു അമേരിക്കൻ സേനയാൽ എന്ന് പറയുന്നത്. വെനസ്വേലക്കെതിരായ അമേരിക്കയുടെ ഈ ഭീരുത്വപരമായ ആക്രമണം അന്താരാഷ്ട്ര നിയമത്തിൻ്റെയും UN ചാർട്ടറിൻ്റെയും വ്യക്തമായ ലംഘനമാണ്.
ലംഘനമാണ്. ഇത് അമേരിക്ക വർഷങ്ങളായി നടത്തിവരുന്ന യുദ്ധ പരമ്പരയുടെ അപകടകരമായ തീവ്രതയാണ്. 2025 സെപ്റ്റംബർ മുതൽ കരീബിയൻ കടലിലെ ആക്രമണാത്മക നാവിക വിന്യാസത്തോടെ ഇത് കൂടുതൽ രൂക്ഷമായി. വെനസ്വേലക്കെതിരായ ഈ സൈനിക ആക്രമണത്തിന് ഒരു ന്യായീകരണവുമില്ല. ഇതൊരു പ്രകോപനത്തിനുള്ള പ്രതികരണമല്ല, നിയമസാധുതയില്ലാത്ത നിലപാടിനെതിരായ എതിർപ്പാണ്. ബലത്തിലൂടെ സമാധാനം എന്ന വികല സിദ്ധാന്തമാണ് അവർ നടപ്പാക്കുന്നത്. ഞങ്ങളുടെ ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ പ്രദേശത്തിൻ്റെ സ്ഥിരതയെയും സമാധാനത്തെയും ഇത് തകർക്കുന്നു. മയക്കുമരുന്ന് കടത്തിനെതിരായ പോരാട്ടം എന്ന വ്യാജാഖ്യാനമല്ല ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം, മറിച്ച് വെനസ്വേലയുടെ ഭൂമിയുടെയും പ്രകൃതി വിഭവങ്ങളുടെയും നിയന്ത്രണം മാത്രമാണ്. ആക്രമണത്തിന് ശേഷം പ്രസിഡന്റ് ട്രംപും സ്റ്റേറ്റ് സെക്രട്ടറിയും തുറന്ന് പ്രഖ്യാപിച്ചതും അതുതന്നെയാണ്. ലാറ്റിൻ അമേരിക്കൻ കരീബിയൻ സർക്കാരുകളുടെ ഭീഷണിപ്പെടുത്തി അടക്കി നിർത്തി അതിന്മേൽ അമേരിക്കൻ ആധിപത്യം സ്ഥാപിക്കാനുള്ള പഴയ മൺട്രോ സിദ്ധാന്തത്തിൽ അടിസ്ഥാനമാക്കിയ ഒരു സമീപനമാണ്. അതാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഈ ക്രിമിനൽ പ്രവൃത്തിക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി പ്രതികരിക്കണം എന്ന് ക്യൂബ ആവശ്യപ്പെടുന്നു എന്നാണ് ക്യൂബൻ പ്രതിനിധി ആവശ്യപ്പെട്ടത്. ക്യൂബയുടെ കാര്യം പ്രധാനമാണ്. ക്യൂബൻ സ്പെഷ്യൽ കമാൻഡോസ് ആയിരുന്നു മഡുറോക്ക് കാവലായിരുന്നത്. 32 പേർ കൊല്ലപ്പെട്ട കാര്യം ആദ്യമായി അവർ സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഒരു തരത്തിലും ഈ അമേരിക്കൻ അധിനിവേശത്തിൻ്റെ അല്ലെങ്കിൽ അതിക്രമത്തിൻ്റെ ഭീഷണിയുടെ മുന്നിൽ ഇവർ പേടിച്ചു നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഈ രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ഏറ്റവും ഒടുവിൽ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കൊളംബിയ, ഇറാൻ, ക്യൂബ എന്നീ രാജ്യങ്ങളുടെ നിലപാടുകളിൽ നിന്നും നമുക്ക് വ്യക്തമാക്കുന്നത്. ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ട്രംപ് അസ്വസ്ഥമായി നിൽക്കുന്നത്, അന്തിച്ചു നിൽക്കുന്നത്, പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ പോകുന്നില്ല എന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നത്. ഇനി എന്തൊക്കെ ട്രംപ് കാട്ടിക്കൂട്ടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.